ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് PSC നടത്തുന്ന എക്സാം ജനുവരി 24-നാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള 10 ക്വസ്റ്റ്യൻസ് ഈ എക്സാമിൽ ഉണ്ടായിരിക്കും. ഈ എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷിൽ മുഴുവൻ മാർക്കും കിട്ടാൻ ആവശ്യമായ ടിപ്സും ട്രിക്സും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടമാവുന്നവർ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇഡിയം ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻസ്. ഇംഗ്ലീഷിൽ ധാരാളം ഇഡിയംസ് ഉണ്ട്. അത് എല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. പക്ഷെ PSC എക്സാംസിന് പൊതുവെ റിപ്പീറ്റ് ചെയ്യുന്ന ചില ഇഡിയംസ് ഉണ്ട്. അത് നമ്മൾ എന്തായാലും പഠിച്ചു വയ്ക്കണം. PSC നടത്തുന്ന മറ്റു പരീക്ഷകളിലും ഇതേപോലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട്. ഇവിടെ തന്ന ഓപ്ഷൻസ് ഇതെല്ലാമാണ്. ടു റിവീൽ എ സീക്രട്ട് അൺഇൻറ്റൻഷനലി. അൺഇൻറ്റൻഷനലി എന്ന് പറയുമ്പോൾ മനഃപൂർവ്വമല്ലാതെ, വേണമെന്ന് കരുതാതെ ഒരു രഹസ്യം വെളിപ്പെടുത്തുക. ടു അഡോപ്റ്റ് എ ക്യാറ്റ്. ഒരു പൂച്ചയെ സംരക്ഷിക്കാനായി ഏറ്റെടുക്കുക. ടു ലെറ്റ് ഗോ ഓഫ് എൻ ഓപ്പർച്യൂണിറ്റി. ഒരു അവസരം നഷ്ടപ്പെടുത്തുക. ലെറ്റ് ഗോ ഓഫ് എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുത്തുക. ടു ഗീവ് അപ്പ് ഹോപ്പ്. പ്രതീക്ഷ കൈവിടുക. ഇവിടെ തന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുമ്പോൾ ഒരു രഹസ്യം മനഃപൂർവ്വമായോ അല്ലാതെയോ വെളിപ്പെടുത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. ടു റിവീൽ എ സീക്രട്ട് അൺഇൻറ്റൻഷനലി. ഇഡിയംസിൻ്റെ മീനിങ് നമുക്ക് ആ ഇഡിയത്തിലുള്ള വേർഡ്സിൻ്റെ മീനിങ്ങിൽ നിന്ന് ഗസ് ചെയ്യാൻ പലപ്പോഴും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കോമൺ ആയി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഇഡിയംസ് എല്ലാം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ദ പ്രൈം മിനിസ്റ്റർ ഹാഡ് ടു ഫേസ് മെനി ഡാഷ് ഡ്യൂറിങ് ഹിസ് ടേം. മറ്റു ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷ് ഒരുപാട് വാക്കുകൾ കടമെടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നമുക്കറിയാം പൊതുവെ എങ്ങനെയാണ് പ്ലൂറൽ ഉണ്ടാക്കുന്നത്. സിംഗുലർ നൗണിനോട് എസ് ആഡ് ചെയ്താൽ നമുക്ക് പ്ലൂറൽ ഫോംസ് കിട്ടും. മോസ്റ്റ് നൗൺസും അങ്ങനെയാണ് പ്ലൂറൽ ഉണ്ടാക്കുന്നത്. ചില ഇറഗുലർ പ്ലൂറൽസും ഉണ്ട്. ചൈൽഡിന്റെ പ്ലൂറൽ ഫോം ചൈൽഡ്സ് അല്ല, ചിൽഡ്രൻ ആണ്. അതുപോലെ വുമൺ എന്നതിന്റെ പ്ലൂറൽ ഫോം വിമൻ ആണ്. ഇങ്ങനെ നമ്മൾ വൊവൽസിൽ ചേഞ്ച് വരുത്തിയും ചില പ്ലൂറൽ ഫോംസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ഒരു സിംഗുലർ നൗണിനോട് എസ് ആഡ് ചെയ്താൽ ഇംഗ്ലീഷിൽ നമുക്ക് പ്ലൂറൽ ഫോം കിട്ടും. മറ്റു ഭാഷകളിൽ നിന്ന് കടമെടുത്ത വാക്കുകളുടെ കേസിൽ ഇങ്ങനെയല്ല. അവരുടെ പ്ലൂറൽ ഫോം നമ്മൾ പഠിച്ചു വെക്കുക തന്നെ വേണം. ഇവിടെ ദ പ്രൈം മിനിസ്റ്റർ ഹാഡ് ടു ഫേസ് മെനി ഡാഷ് ഡ്യൂറിങ് ഹിസ് ടേം. മെനി എന്ന ഡിറ്റർമിനർ കാണുമ്പോൾ മനസ്സിലാക്കണം പിന്നെ അതിനുശേഷം വരേണ്ടത് ഒരു പ്ലൂറൽ നൗൺ ആണ് എന്ന്. മച്ചിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ഒരു സിംഗുലർ അൺകൗണ്ടബിൾ നൗൺ ആണ്. പക്ഷെ മെനിക്ക് ശേഷം നമുക്ക് ഒരു പ്ലൂറൽ നൗൺ വേണം ഉപയോഗിക്കാൻ. ഇവിടെ തന്ന ഓപ്ഷൻസിൽ ഫസ്റ്റ് ഓപ്ഷന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. തേർഡ് ഓപ്ഷന്റെ സ്പെല്ലിങ്ങും കറക്റ്റ് ആണ്. ഇതിലെ ക്രൈസിസ് എന്ന ആ നൗണിന്റെ പ്ലൂറൽ ഫോം ആണ് ക്രൈസസ് എന്ന തേർഡ് ഓപ്ഷൻ. നമുക്കിവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. കാരണം മെനി എന്ന ഡിറ്റർമിനറിന് ശേഷം നമുക്ക് ഒരു സിംഗുലർ നൗൺ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ക്രൈസിസ് ആണ്. അത് ക്രൈസിസ് എന്നതിന്റെ പ്ലൂറൽ ഫോം ആണ്. മറ്റു ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷ് കടമെടുത്തിട്ടുള്ള ഇങ്ങനെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന നൗൺസിന്റെ പ്ലൂറൽ ഫോംസ് ഒന്ന് പഠിച്ചു വെക്കുക. അത് ടെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇതുപോലത്തെ പരീക്ഷകളിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഷീ ഡസ് നോട്ട് ഗെറ്റ് അലോങ് വിത്ത് ഹെർ കൊളീഗ്സ്. വാട്ട് ഡസ് ഗെറ്റ് അലോങ് മീൻ ഹിയർ? ഗെറ്റ് അലോങ് അതൊരു ഫ്രേസൽ വെർബാണ്. അതിന്റെ അർത്ഥം എന്താണ്? അതാണ് ചോദ്യം. ഷീ ഡസ് നോട്ട് ഗെറ്റ് അലോങ് വിത്ത് ഹെർ കൊളീഗ്സ്. ആ സെന്റൻസിന്റെ അർത്ഥം എന്താ? കൊളീഗ്സ് എന്ന് പറയുമ്പോൾ കൂടെ ജോലി ചെയ്യുന്നവർ, അവരുമായുള്ള അവളുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു സെന്റൻസ് ആണിത്. ഇവിടെ ഗെറ്റ് അലോങ് എന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓഫർ സപ്പോർട്ട്, അതായത് വേണ്ടത്ര പിന്തുണയെല്ലാം നൽകുക. കോമ്പീറ്റ് അവരുമായി മത്സരിക്കുക. ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കുക. എഗ്രി വിത്ത് അവരുമായി യോജിച്ചു പോവുക. ഇവിടെ തന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ഒഴിച്ച് മറ്റു 3 ഓപ്ഷനും ഏകദേശം സിമിലർ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും പൊതുവെ ബെനിഫിഷ്യലായ അവൾക്ക് അവരുമായി നല്ല ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ്. ഇവിടെ ഏറ്റവും കറക്റ്റായ ഓപ്ഷൻ എന്താണ്? ഗെറ്റ് അലോങ് എന്ന് പറയുമ്പോൾ നല്ല രമ്യതയിൽ, നല്ല സൗഹാർദ്ദപരമായി മുന്നോട്ട് പോവുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ തന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത്. ഷീ ഡസ് നോട്ട് ഗെറ്റ് അലോങ് വിത്ത് ഹെർ കൊളീഗ്സ് എന്ന് പറയുമ്പോൾ അവൾ അവളുടെ സഹപ്രവർത്തകരുമായി ചേർന്ന് പോകുന്നില്ല എന്നാണ്. അവൾക്ക് അവരുമായി നല്ലൊരു ബന്ധമില്ല. ഗെറ്റ് അലോങ് എന്ന് പറയുമ്പോൾ നല്ല രമ്യതയിലായിരിക്കുക, നല്ല ബന്ധത്തിലായിരിക്കുക, ഇതെല്ലാമാണ് അതിനർത്ഥം. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഡ്യൂറിങ് ദ കോൺവെർസേഷൻ ഷീ ബ്രോട്ട് അപ്പ് എൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. പാസീവ് ഫോംസ് എല്ലാ ടെൻസിന്റെയും നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഒരു സെന്റൻസിനെ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ആക്റ്റീവ് വോയിസിലുള്ള ഒബ്ജക്റ്റ് ഏതോ അതാണ് പാസീവ് വോയിസിലുള്ള സബ്ജക്റ്റ് ആയി വരും. ആക്റ്റീവ് വോയിസിലുള്ള വെർബിന് ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ആ സെന്റൻസിനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ സാധിക്കില്ല. ഇവിടുത്തെ ഈ സെന്റൻസ് വായിച്ചു നോക്കൂ. ഡ്യൂറിങ് ദ കോൺവെർസേഷൻ സംഭാഷണത്തിനിടയിൽ ഷീ ബ്രോട്ട് അപ്പ് എൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ?
ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്, പക്ഷെ അത് സെന്റൻസിന്റെ മിഡിലായാണ് വന്നത്. ഇവിടെ ഡ്യൂറിംഗ് ദ കോൺവെർസേഷൻ എന്ന ഒരു അഡ്വർബ് ഫ്രേസ് ആദ്യം വന്നു. അത് നമ്മൾ നോക്കണ്ട. ഒരു സെന്റൻസിൽ ആക്ഷൻ പെർഫോം ചെയ്യുന്ന വ്യക്തി ആരോ അവരാണ് സബ്ജക്റ്റ്. അപ്പൊ ഇവിടെ ആരാ ആക്ഷൻ പെർഫോം ചെയ്തത്? അവളാണ് ചെയ്തത് അല്ലെ. അവളാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക് മുന്നോട്ട് വെച്ചത്. ഷീ ബ്രോട്ട് അപ്പ്, ഷീ സബ്ജക്റ്റ്, ബ്രോട്ട് അപ്പ് എന്നത് മുന്നോട്ട് വെക്കുക, അതും ഒരു ഫ്രേസൽ വെർബാണ്. അത് വെർബ്. എന്താണ് അവൾ മുന്നോട്ട് വെച്ചത്? ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താ? എൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഡ്യൂറിംഗ് ദ കോൺവെർസേഷൻ ഷീ ബ്രോട്ട് അപ്പ് എൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഷീ സബ്ജക്റ്റ്, ബ്രോട്ട് അപ്പ് എന്ന ഫ്രേസൽ വെർബ്, വെർബ്, എൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എന്ന നൗൺ ഫ്രേസ്, ഒബ്ജക്റ്റ്. ഇനി നമ്മൾ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ആക്റ്റീവ് വോയിസിലുള്ള വെർബിന്റെ ഒബ്ജക്റ്റ്, അത് ഉപയോഗിച്ചാണ് പാസീവ് വോയിസിലെ സെന്റൻസ് നമ്മൾ തുടങ്ങുക. അപ്പോൾ ഇവിടെ എൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഉപയോഗിച്ച് വേണം ഈ സെന്റൻസ് തുടങ്ങാൻ. ആൻസർ പാസീവ് വോയിസിലുള്ള സെന്റൻസ് തുടങ്ങാൻ. ഇവിടെ തന്ന ഓപ്ഷൻസിലെ 3 അത് ഉപയോഗിച്ച് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഓപ്ഷൻ ബി ഷീ ഉപയോഗിച്ചാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് അല്ല എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തന്ന സെന്റൻസ് ഏത് ടെൻസിലാണ് എന്നതാണ്. ബ്രോട്ട് അപ്പ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ പാസീവ് ഫോം എന്താ? ഓരോ ടെൻസിനും അതിൻ്റെതായ പാസീവ് ഫോം ഉണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ പാസീവ് ഫോം എന്ന് പറയുന്നത് ഈസ്, ആം, ആർ. ഇതിലേതെങ്കിലും ഒരു പ്രൈമറി ഓക്സിലറി പ്ലസ് V3 ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാവുമ്പോൾ അത് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 ആവും. തന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആയ ആ ഓക്സിലറി വെർബ് ഏതിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നോക്കണം. ഷീ ബ്രോട്ട് അപ്പ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വേണ്ടത് വാസ് അല്ലെങ്കിൽ വേർ എന്നൊരു ഓക്സിലറി ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ പാസീവ് ഫോം വാസ് പ്ലസ് V3 അല്ലെങ്കിൽ വേർ പ്ലസ് V3 ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. അത് പാസീവ് വോയിസിലുള്ള സെന്റൻസിന്റെ സബ്ജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. അതൊരു സിംഗുലർ നൗൺ ആണ്. അതിനുശേഷം എന്തായാലും നമുക്ക് വേർ ഉപയോഗിക്കാൻ സാധിക്കില്ല. വേർ പ്ലൂരൽ സബ്ജക്ട്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഓക്സിലറി വാസ് ആണ്. എൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് വാസ്. പിന്നെ V3. ബ്രിങ് എന്ന വെർബിന്റെ V2ഉം V3യും ബ്രോട്ട് ആണ്. എൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് വാസ് ബ്രോട്ട് അപ്പ് ബൈ ഹർ. ഇവിടെ തന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ബ്രോട്ട് അപ്പ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ് ഫോം ആണ്. സെക്കൻഡ് ഓപ്ഷനിൽ നമ്മൾ സബ്ജക്റ്റ് കറക്റ്റായി അല്ല ഉപയോഗിച്ചിട്ടുള്ളത്, വെർബ് കറക്റ്റായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇവിടെ മാറിപ്പോയിരിക്കുന്നു. തേർഡ് ഓപ്ഷനിലുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പാസീവ് ഫോം ആണ്. ഫോർത്ത് ഓപ്ഷനിൽ ഓപ്ഷൻ ഡിയിലാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് ഫോം കറക്റ്റായി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് വാസ് ബ്രോട്ട് അപ്പ് ബൈ ഹർ. സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള പാസീവ് ഫോം ആണ് വാസ് പ്ലസ് V3 അല്ലെങ്കിൽ വേർ പ്ലസ് V3. എല്ലാ ടെൻസിന്റെയും പാസീവ് ഫോം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. യു ഹാഡ് ബെറ്റർ ഡാഷ് ഓർ ഐ വിൽ കോൾ ദ പോലീസ്. ഹാഡ് ബെറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രോങ് അഡ്വൈസ് അല്ലെങ്കിൽ വാർണിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഹാഡ് ബെറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനുശേഷം വരുന്നത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് എന്നതാണ്. അതായത് വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. ഹാഡ് കണ്ടതുകൊണ്ട് അവിടെ V3 ഉപയോഗിക്കണമെന്ന് ആർക്കും തോന്നിപ്പോകരുത്. ഹാഡ് ബെറ്റർ ഷുഡ് പോലെ അല്ലെങ്കിൽ മസ്റ്റ് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെമി മോഡൽ ഓക്സിലറി വെർബാണ്. മോഡൽ വെർബ്സിന് ശേഷം എല്ലായ്പ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. യു ഹാഡ് ബെറ്റർ. പിന്നെ വേണ്ടത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. അപ്പോൾ തന്ന ഓപ്ഷൻസിൽ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഏതാ? നമുക്കിവിടെ ആൻസർ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ടു ലീവ് മൈ പ്ലേസ് എന്നത് കറക്റ്റ് അല്ല. അവിടെ ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് V1 അല്ല V2 ആണ്. ബി ലീവിംഗ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഹാഡ് ബെറ്ററിന് ശേഷം ING ഫോം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ലീവ് മൈ പ്ലേസ്. അപ്പോൾ ഇവിടെയും കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. യു ഹാഡ് ബെറ്റർ ലീവ് മൈ പ്ലേസ് ഓർ ഐ വിൽ കോൾ ദ പോലീസ്. നീ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്ന സ്ട്രോങ് അഡ്വൈസ് അല്ലെങ്കിൽ വാർണിംഗ് നൽകുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം എപ്പോഴും ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് അതായത് V1 ഉപയോഗിക്കും. വി സ്റ്റാർട്ടഡ് ഏർലി ഡാഷ് വി വുഡിൻ ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ ട്രാഫിക്. വി സ്റ്റാർട്ടഡ് ഏർലി എന്ന് പറയുമ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങി. വി വുഡിൻ ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ ട്രാഫിക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ട്രാഫിക്കിൽ പെട്ടുപോവില്ല. എന്തിനാ നേരത്തെ ഇറങ്ങിയത്? ട്രാഫിക്കിൽ പെട്ടുപോവാതിരിക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ ഇറങ്ങിയത്. അതായത് ഇവിടെ ഈ രണ്ട് സെന്റൻസിന് ഇടയിൽ ഒരു കോസ് ആൻഡ് റിസൾട്ട് ഇഫക്റ്റ് ഉണ്ട്. നേരത്തെ ഇറങ്ങിയത് ട്രാഫിക്കിൽ പെട്ടുപോകരുത് എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. തന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ കൺജങ്ഷൻസ് ആണ്. ആസ് കാരണം സൂചിപ്പിക്കുന്നതാണ്. ദാറ്റ് എന്ന അർത്ഥത്തിൽ നമ്മൾ രണ്ട് ക്ലോസസിനെ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ ദാറ്റ് പർപ്പസ് കാണിക്കുന്നതാണ്. സച്ച് ദാറ്റ് ഒരു റിസൾട്ട് കാണിക്കുന്ന ഒന്നാണ്. ഇവിടെ തന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ സി സോ ദാറ്റ് ആണ് കറക്റ്റ്. ദാറ്റ് പർപ്പസ് ആണ് കാണിക്കുന്നത്.
നമ്മളൊരു കാര്യം ചെയ്യുന്നതിനുള്ള അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം. വൺ വേർഡ് ഫോർ ഏബിൾ ടു യൂസ് ബോത്ത് ഹാൻഡ്സ് ഈക്വലി വെൽ. രണ്ട് കൈകളും ഒരേപോലെ ഉപയോഗിക്കാൻ ചില ആളുകൾക്ക് സാധിക്കും. പൊതുവേ നമുക്ക് എല്ലാവർക്കും അങ്ങനെ സാധിക്കില്ല. ചിലർ റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും, ചിലർ ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും. അപ്പോൾ റൈറ്റ് ഹാൻഡഡ് ആയ ഒരാൾക്ക് ആ കൈ ഉപയോഗിക്കുന്നതിനാണ് കൂടുതൽ സ്വാധീനം ഉണ്ടാകുക. പക്ഷെ ചില ആളുകൾ, അപൂർവം ചില ആളുകൾ, രണ്ട് കൈയും അവർക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കും. അവരെ സൂചിപ്പിക്കുന്ന ഒരു വൺ വേർഡാണ് നമുക്കിവിടെ വേണ്ടത്. തന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ആംബിവൈലന്റ്, ആംബിഗ്യുവസ്, ആംബിഡെക്സ്ട്രസ്, അംബീഷ്യസ്. ഇതിലേതാണ് കറക്റ്റ്? ആംബിവൈലന്റ് എന്ന് പറയുമ്പോൾ രണ്ടിലേത് സ്വീകരിക്കണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. അതായത് രണ്ട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്, അതിൽ ഓപ്ഷൻ എ എടുക്കണോ ഓപ്ഷൻ ബി എടുക്കണോ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനാവാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആംബിവൈലന്റ് എന്ന് പറയുന്നത്. ആംബിഗ്യുവസ് എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് നമുക്കതിനെ രണ്ട് രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യപ്പെടാം. നല്ലതായി ഇന്റർപ്രറ്റ് ചെയ്യപ്പെടാം, ചീത്തതായി ഇന്റർപ്രറ്റ് ചെയ്യപ്പെടാം. നമുക്കത് കറക്റ്റായി അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആംബിഗ്യുവസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമല്ലാത്ത ഒരു പ്രസ്താവന, അതിൻ്റെ ഉദ്ദേശശുദ്ധി നമുക്ക് വ്യക്തമല്ല എന്നർത്ഥം. ആംബിഡെക്സ്ട്രസ്, ഇതാണ് രണ്ട് കൈയും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന പദം. അംബീഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ലക്ഷ്യങ്ങളുള്ള, ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തി. വലിയ ലക്ഷ്യങ്ങളുള്ള വ്യക്തികൾക്കാണ് നമ്മൾ അംബീഷ്യസ് എന്ന് പറയുന്നത്. ഇവിടെ തന്ന ഓപ്ഷൻസിൽ ആംബിഡെക്സ്ട്രസ് ആണ് കറക്റ്റ്. ഇതുപോലത്തെ വേർഡ്സ് എല്ലാം പഠിച്ചു വെക്കുക. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സെഡ് ടു മീ, വെർ യു അസ്ലീപ് അറ്റ് ദാറ്റ് ടൈം. അവൻ എന്നോട് പറഞ്ഞു, നീ ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു. പാസീവ് വോയിസിന് ഓരോ ടെൻസിലും ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിലും ഓരോ ടെൻസിനും അതിൻ്റെതായ ഫോംസ് ഉണ്ട്. എല്ലാ ഫോംസും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വെർ യു അസ്ലീപ് അറ്റ് ദാറ്റ് ടൈം, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ആയത് കാരണം അത് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന വെർബ് ആസ്ക്ഡ് ആയിരിക്കും. ഹി ആസ്ക്ഡ് മീ, അങ്ങനെയാണ് നമ്മൾ ഈ സെന്റൻസ് ഇവിടെ തുടങ്ങുക. ചോദ്യമാവുമ്പോൾ പിന്നെ ആസ്ക് ഉപയോഗിക്കുക. ആസ്കിന് ശേഷം ടു ഇല്ല, അതുകൂടി ശ്രദ്ധിക്കണം. ഹി ടോൾഡ് മീ എന്ന് പറയുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു എന്നർത്ഥം. ഹി ആസ്ക്ഡ് മീ എന്ന് പറയുമ്പോൾ അവൻ എന്നോട് ചോദിച്ചു എന്നർത്ഥം. അപ്പോൾ ഇവിടെ ആസ്ക്ഡ് മീ ഉപയോഗിക്കുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും. ഈ രണ്ട് ഓപ്ഷനാണ് നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. വെർ യു അസ്ലീപ് അറ്റ് ദാറ്റ് ടൈം, ഇത് ഏത് ടെൻസിലാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. വേർ കണ്ടുകൊണ്ടിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് കരുതരുത്. വേറിന് ശേഷം ING ഫോം വരുമ്പോഴാണ് ഒരു സെന്റൻസ് പാസ്റ്റ് കണ്ടിന്യൂസിലാവുന്നത്. വേർ മാത്രമേ ഉള്ളൂ എങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. വെർ യു അസ്ലീപ് അറ്റ് ദാറ്റ് ടൈം. സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ ഏത് ടെൻസിലേക്ക് മാറ്റും? നമ്മൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റും. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരു സ്റ്റെപ്പ് ടെൻസ് പുറകിലേക്ക് മാറ്റും. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആവും, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും, പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും, സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് ആയാണ് മാറുക. അപ്പോൾ വേർ എന്നതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം എന്താണ്? ഹാഡ് ബീൻ ആണ് വേറിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം. വാസിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമും ഹാഡ് ബീൻ തന്നെയാണ്. ഹി ആസ്ക്ഡ് മീ, വെർ യു അസ്ലീപ് അറ്റ് ദാറ്റ് ടൈം. നീ ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു, എന്നോടാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആ സമയത്ത് ഉറങ്ങുകയായിരുന്നോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. അങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുക. പ്രൊനൗൺ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് എന്നതാണ്. നീ ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഒന്നുകിൽ യെസ് ആയിരിക്കും, അല്ലെങ്കിൽ നോ ആയിരിക്കും. ഇങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നുകിൽ ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന കൺജങ്ഷൻ ആയിരിക്കും. ദാറ്റ് ഉപയോഗിക്കരുത്. ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും നമ്മൾ ഈഫ് എന്ന കൺജങ്ഷൻ കറക്റ്റായി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഡിഫറൻസ് വരുന്നത്. ഓപ്ഷൻ ബിയിൽ നമ്മൾ ഹാവ് ബീൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഓപ്ഷൻ സിയിൽ നമ്മൾ ഹാഡ് ബീൻ ആണ് ഉപയോഗിച്ചത്. ഇപ്പം ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞിരുന്നു വേറെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് ബീൻ ആണ് എന്ന്. ഈസിൻ്റെയും ആമിൻ്റെയും എല്ലാം പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാവ് ബീൻ. നമുക്ക് സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു വെർബിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറ്റേണ്ടത്, പ്രസന്റ് പെർഫെക്റ്റിലേക്കല്ല. അപ്പോൾ ഇവിടെ തന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ ഹാഡ് ബീൻ അസ്ലീപ് അറ്റ് ദാറ്റ് ടൈം. ഞാൻ ആ സമയത്ത് ഉറങ്ങുകയായിരുന്നോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. ആഡ് എ ക്വസ്റ്റ്യൻ ടാഗ്. ഐ എം റൈറ്റ്. ഇതൊരു അഫിർമേറ്റീവ് സെന്റൻസ് ആണ്. ഒരു അഫിർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക നെഗറ്റീവ് ടാഗ് ആണ്. അത് ആദ്യം ശ്രദ്ധിക്കണം. ഒരു നെഗറ്റീവ് സെന്റൻസിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക അഫിർമേറ്റീവ് ടാഗ് ആണ്. അപ്പോൾ ഇവിടെ തന്ന ഓപ്ഷൻസിൽ ഫസ്റ്റ് ഓപ്ഷൻ ഒരു നെഗറ്റീവ് ടാഗ് ആണ്, സെക്കൻഡ് ഓപ്ഷൻ അഫിർമേറ്റീവ് ടാഗ് ആണ്, അതെന്തായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. തേർഡ് ഓപ്ഷൻ നെഗറ്റീവ് ടാഗ് ആണ്. ഫോർത്ത് ഓപ്ഷൻ ആം ഐ നോട്ട്. ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് സബ്ജക്റ്റിന് ശേഷം വരില്ല. ഓപ്ഷൻ ഡി എന്തായാലും നമുക്ക് ഒഴിവാക്കാം. അതിൻ്റെ സ്ട്രക്ചർ കറക്റ്റ് അല്ല. ഐ എം എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്
ആമിൻ്റെ ഐ അല്ല എന്ന് പലർക്കും തോന്നും. അങ്ങനെയല്ല, ആറിൻ്റെ ഐ ആണ്. അത് പഠിച്ചു വയ്ക്കുക. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള കാരണം തന്നെ ഈ ചോദ്യം ആവർത്തിച്ച് വരാനും സാധ്യതയുണ്ട്. ഐ എം റൈറ്റ്, ആറിൻ്റെ ഐ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ എ അല്ല. പൊതുവേ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിലറി ഏതോ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗിലും യൂസ് ചെയ്യുക. പക്ഷേ ഐ ആം എന്നതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആമിൻ്റെ ഐ അല്ല, ആറിൻ്റെ ഐ ആണ്. അത് ഓർത്ത് വെക്കുക. വാട്ട് ഡസ് സ്റ്റേറ്റസ് കോ മീൻ? ഇതൊരു ഫോറിൻ ഭാഷയിൽ നിന്ന് എടുത്തൊരു വേർഡാണ്. ഇതിന്റെ അർത്ഥമാണ് നമുക്ക് പറയേണ്ടത്. ഓപ്ഷൻസ് ഇതെല്ലാമാണ്. ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ, ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, ഇൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇൻഫാക്റ്റ്, എ സോഷ്യൽ ബ്ലണ്ടർ. ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ എന്ന് പറയുമ്പോൾ ആരുടെയും പ്രേരണയിലല്ലാതെ സ്വയം ഒരു കാര്യം ചെയ്യുക. ചില കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ കോടതികൾ ആരുടെയും പ്രേരണയില്ലാതെ സ്വയം കേസെടുക്കും. അതിനെക്കുറിച്ച് പറയാനായി ഉപയോഗിക്കുന്ന ഒരു ലീഗൽ എക്സ്പ്രഷനാണിത്, ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ. ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ നിലവിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ. ഇൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഫലത്തിൽ, അല്ലെങ്കിൽ ഇൻഫാക്റ്റ്, ഇൻ റിയാലിറ്റി, യഥാർത്ഥത്തിൽ. എ സോഷ്യൽ ബ്ലണ്ടർ എന്ന് പറയുമ്പോൾ വലിയൊരു മണ്ടത്തരം. സ്റ്റേറ്റസ് കോയുടെ അർത്ഥം ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. ആ കാര്യങ്ങൾ നിലവിൽ എങ്ങനെയാണോ അത് തന്നെ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ എന്ന അർത്ഥത്തിൽ വരുന്ന ഫോറിൻ വേർഡ്, ലാറ്റിൻ വേർഡ് സുവോ മോട്ടോ ആണ്. ഫോക്സ് പാസ് ആണ് സോഷ്യൽ ബ്ലണ്ടർ. ഡേ ഫാക്റ്റോ ആണ് ഇൻഫാക്റ്റ് അല്ലെങ്കിൽ ഇൻഇഫക്റ്റ്, ഫലത്തിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇങ്ങനെ ഫോറിൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷ് കടമെടുത്തിട്ടുള്ള ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്. പലതും ലീഗൽ ടേംസ് ആണ്. ഈ ടേംസും ഒന്ന് പഠിച്ചു വയ്ക്കുക, കോമൺ ആയി എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമാവുന്നവരെ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഇത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.